PJ ജോസഫിനോട് കോട്ടയം സീറ്റ് ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിൽ. പൂഞ്ഞാർ സീറ്റടക്കം തെരഞ്ഞെടുപ്പിൽ താൻ വിട്ടു നൽകി. പാർട്ടി പിളർന്നപ്പോൾ PJ ജോസഫിനൊപ്പം നിന്ന ആളാണ് താനെന്നും അദ്ദേഹം പറയുന്നു. താൻ മത്സരിക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് എതിർപ്പ് ഉണ്ടാകില്ലെന്നും സജി മഞ്ഞക്കടമ്പിൽ 24നോട് പറഞ്ഞു. കഴിഞ്ഞ തവണ എന്നോട് പൂഞ്ഞാർ സീറ്റിൽ മത്സരിക്കാൻ തയ്യാറാകാൻ പാർട്ടി ചെയർമാൻ പറഞ്ഞിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ ആ സീറ്റ് കോൺഗ്രസിന് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞു. ഞാൻ മാറുന്നു. ഇപ്രാവശ്യം ഒരു സാഹചര്യത്തിൽ ഇവിടെ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള ഒരു അവസരം വന്നപ്പോൾ അത് വേണമെന്നുള്ള എന്റെ ആഗ്രഹം അത് സാധിച്ചു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയുമായിട്ട് നല്ല ബന്ധമുള്ള UDF ചെയർമാൻ എന്ന നിലയിൽ എല്ലാ ഘടകകക്ഷികളുമായിട്ട് നല്ല ബന്ധത്തിലാണ് പോകുന്നത്. ഇവിടെ അങ്ങനെ കോൺഗ്രസ് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ പ്രപ്പോസ് ചെയ്തു എന്ന് പറയുന്നത് തെറ്റാണ്. ഞാൻ ഇപ്പോഴും കോൺഗ്രസിന്റെ നേതാക്കന്മായിട്ട് സംസാരിച്ചു. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ പ്രപ്പോസ് ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് UDF ജില്ലാ ചെയർമാനായ ഞാൻ മത്സരിക്കുന്നതിനോട് കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാരും ഇതുവരെ വിയോജിപ്പ് പറഞ്ഞിട്ടുമില്ല. ടോബി ജോൺസണിലേക്ക് എത്താം. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. ഗവർണർക്ക് കരിങ്കൊടി. കൊല്ലം നിലമേലിൽ 50-ലധികം SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. വാഹനത്തിൽ കയറാൻ കൂട്ടാക്കാതെ ഗവർണർ റോഡിൽ നിൽക്കുന്നു എന്നൊരു വാർത്ത കൂടി ഇപ്പോൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അരുൺരാജാണത് കൊല്ലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിലേക്ക് എത്താം. ടോബി ജോൺസൺ ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ടോബിയും ഈ കഴിഞ്ഞ ദിവസം സീറ്റ് ചർച്ച നടന്നതേ ഉള്ളൂ. കോട്ടയം സീറ്റിനായി കേരള കോൺഗ്രസ് ആവശ്യം ഉന്നയിച്ചു. കാര്യം പരിഗണിക്കാമെന്ന് UDFന്റെ ഉറപ്പുണ്ട്. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ സീറ്റിനായി സജി മഞ്ഞക്കടമ്പിന്റെ അവകാശവാദം, അല്ലേ? തീർച്ചയായിട്ടും കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിന് എന്നുള്ളതിൽ ഒരു ധാരണയുണ്ടായ സാഹചര്യത്തിലാണ് കൂടുതൽ സീറ്റ് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഫ്രാൻസിസ് ജോർജ്, MP ജോസഫ്, അതുപോലെ തന്നെ PC തോമസ് തുടങ്ങിയവരുടെ പേരുകളാണ് സജീവമായി ചർച്ചയിലുണ്ടായിരുന്നത്. എന്നാൽ തനിക്കും കൂടി അവകാശപ്പെട്ടാണ്, അല്ലെങ്കിൽ തനിക്കും മത്സരിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് ജില്ലാ പ്രസിഡന്റ്, കോട്ടയം ജില്ലയുടെ പ്രസിഡന്റ് കൂടിയായ സജി മഞ്ഞക്കടമ്പിൽ പറയുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടുള്ള ആ ഒരു ആവശ്യം എന്ന് പറയുന്നത്, പലപ്പോഴായി പൂഞ്ഞാർ സീറ്റിൽ അടക്കം തന്നോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടിട്ട് താൻ അവസാന നിമിഷം പാർട്ടിക്ക് വേണ്ടി മാറിക്കൊടുക്കുകയായിരുന്നു. അത്തരത്തിൽ പലതരത്തിലുള്ള ത്യാഗങ്ങൾ സഹിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ സീറ്റിൽ മത്സരിക്കാൻ തനിക്ക് യോഗ്യതയുണ്ട്. ഇക്കാര്യം PJ ജോസഫിനോട് നേരിട്ട് അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ സജി മഞ്ഞക്കടമ്പൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു പിന്തുണ തനിക്കുണ്ട്. കോട്ടയം UDFന്റെ ജില്ലാ ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ താൻ സ്ഥാനാർത്ഥിയാകുകയാണെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന് അതിലൊരു എതിർപ്പുണ്ടാകില്ലെന്ന് കൂടി സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു വെക്കുന്നു. എന്തായാലും ഈ സീറ്റ് കേരള കോൺഗ്രസിനാണെന്ന വ്യക്തമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ നേതാക്കൾ അവകാശവാദവുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഉമേഷ്, ശരി. ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്.